മലപ്പുറം പാണക്കാട് വൻ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്ത് ദിവസങ്ങൾക്ക് മുമ്പ് പാറ പൊട്ടിച്ചെന്ന് പ്രദേശവാസികൾ. മണ്ണിടിച്ചിലുണ്ടായതിന് 200 മീറ്റർ മാത്രം അകലെയാണ് ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിംഗ് നടത്തിയത്. ഉഗ്രസ്ഫോടനം സമീപത്തെ വീടുകളെയും കുലുക്കി. അധികൃതരുടെ അനുവാദത്തോടെയാണ് ജനവാസ മേഖലയിൽ നിയമവിരുദ്ധമായി ഈ പാറ പൊട്ടിക്കൽ നടത്തിയത് എന്നാണ് ആരോപണം. വിശദാംശങ്ങളുമായി ശാന്തകുമാർ ചേരുന്നുണ്ട്. ശാന്തകുമാർ, എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മലപ്പുറം വേങ്ങര സംസ്ഥാന പാതയിലാണ്. അതായത് ഈ സംസ്ഥാന പാതയ്ക്ക് അടുത്താണ് മല ഇടിഞ്ഞത്. 200 മീറ്റർ അപ്പുറത്ത് ആ ലോറികളൊക്കെ നിൽക്കുന്നു. അവിടുന്ന് മണ്ണ് മാറ്റുന്നതിനുള്ള ശ്രമം അവിടുന്ന് തുടരുകയാണ്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഈ ഷീറ്റ് കൊണ്ട് മറച്ചു വെച്ച ഭാഗമാണ് ഈ പാറ പൊട്ടിച്ചത്. ഇത് പെട്രോൾ പമ്പിന് വേണ്ടിയിട്ടാണ് ആ മല ഇടിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ഇനി ഈ ക്യാമറ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന മതിലാണ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീടിൻ്റെ മതിൽ. അതായത് അദ്ദേഹത്തിൻ്റെ വീടാണ് അവിടെ. അദ്ദേഹത്തിൻ്റെ ഓഫീസും അവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് കാലങ്ങളായി. അപ്പോൾ ഇത്ര അടുത്താണ് വലിയ തോതിലുള്ള ഒരു പാറ ഖനനം നടന്നിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. ഒരു വലിയ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ പാറ പൊട്ടിക്കൽ വളരെ തകൃതിയായി നടന്നിരുന്നു എന്നുള്ള യാതൊരു തർക്കവുമില്ല. ഇതിന് ഉള്ളിൽ ഇതിൻ്റെ യന്ത്ര സംവിധാനങ്ങളെല്ലാം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. ഈ പാറ തുരക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കംപ്രസർ യൂണിറ്റ് ഉണ്ട്. ഒപ്പം തന്നെ ആ പാറ പൊട്ടിച്ചെടുത്ത് അത് ചെറിയ കഷ്ണങ്ങളാക്കി വണ്ടികൾ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങളുണ്ട്. അങ്ങനെ ഇത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഈ പാറ പൊട്ടിക്കൽ നടക്കുന്നുണ്ട് എന്നുള്ള യാതൊരു തർക്കവുമില്ല. അതായത് ഇവയെല്ലാം നടക്കുന്നത് അധികൃതരുടെ അനുമതിയോടുകൂടി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അത് നമ്മൾ നേരത്തെയും കണ്ടതാണ്. നേരത്തെ മല ഇടിഞ്ഞ അപ്പോൾ ആ മലയുടെ മണ്ണ് മാറ്റുന്നതിന് വേണ്ടി നഗരസഭ അനുമതി കൊടുത്തിട്ടുണ്ട്, ജിയോളജി വകുപ്പ് അനുമതി കൊടുത്തിട്ടുണ്ട്. പാറ നീക്കം ചെയ്യുന്നതിനും പാറ പൊട്ടിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുമാണ് ജിയോളജി വകുപ്പ് അനുമതി കൊടുക്കേണ്ടത്. മണ്ണ് നീക്കം ചെയ്യുന്നതിന് നഗരസഭയാണ് അനുമതി കൊടുക്കുന്നത്. ഇവയെല്ലാം ചെയ്യുന്നത് ഇതേ സർക്കാർ സംവിധാനം തന്നെയാണ്. ഈ സർക്കാർ സംവിധാനം തന്നെയാണ് ഇവയ്ക്കുള്ള അനുമതി എല്ലാം കൊടുക്കും. പിന്നീട് വലിയ ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ വേഗത്തിൽ അവരുടെ റദ്ദാക്കുക, അവരുടെ ഉത്തരവുകൾ റദ്ദാക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് മാത്രമാണ് അവർ ഇപ്പോൾ എന്തായാലും കടന്നു പോകുന്നത്. ഇവിടെ പെട്രോൾ പമ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ മല ഇടിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് അതിൽ വലിയ തോതിലുള്ള പാറയെല്ലാം കാണാം. ആ പാറയെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മന്ത്രിയുടെ, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ വീടിന് സമീപത്ത്, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യവസായ മന്ത്രിയുടെ വീടിന് സമീപത്താണ് ഇത്ര വലിയ തോതിൽ അനധികൃതമായി ഒരു മല മുഴുവൻ ഇടിക്കുന്ന വിധത്തിൽ ഒരു നാടിനെ മുഴുവൻ. ശാന്തകുമാർ വെള്ളാരത്താണ് പാണക്കാട് വിവരങ്ങൾ നൽകിയത്.